ഇപ്പം നാട്ടിലെന്താണ് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇപ്പോൾ ഒരു പുതിയ തീരുമാനം എടുത്തു. അതായത് നമ്മളെ സെൻസസ് എടുക്കത്തില്ല ഇന്ത്യയിൽ എടുക്കുമ്പം നേരത്തെ എങ്ങനെ എടുത്തു നമ്മളെവിടെ ജീവിക്കുന്നത് അങ്ങനെ ആ ഒരു കണക്ക് ഈ പിന്നെ ഇൻകം എത്ര പേരുണ്ട്, ഇനി സെൻസസ് കാസ്റ്റിനനുസരിച്ചും കൂടെ എടുക്കാനാണ് തീരുമാനിച്ചത്. ആദ്യം മാറ്റേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാസ്റ്റും മൈലും റിലീജനും എല്ലാം കൂടെ എടുത്താൽ കളയാം. ഇത് പക്ഷേ മെയിനായിട്ട് കൊണ്ടുവന്ന രാഹുൽ ഗാന്ധി ഇത് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ശരിക്കും ഇപ്പം ഇങ്ങനെ റിസർവേഷൻ ഉണ്ടല്ലോ, OBC ഷെഡ്യൂൾ കാസ്റ്റ് അങ്ങനെ, അത് കുറച്ചുകൂടെ എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെ കിടക്കുന്നവർക്ക് കൂടുതൽ പരിഗണന കൊടുക്കാൻ വേണ്ടി ശരിക്കും ഇത് എടുക്കുന്നത്. പക്ഷെ അതിലെ കോമഡി എന്നാ അറിയും, ഇത് എടുത്തു വന്നപ്പോഴത്തേക്കും 47 ലക്ഷം കാസ്റ്റാ കണക്ക് വന്ന്. ഇന്ത്യയിലുള്ള കാസ്റ്റുകൾ 47 ലക്ഷം ജാതികൾ, 47 ലക്ഷം. കാരണം പണ്ടെന്ന് പറഞ്ഞാൽ ഉള്ള ചിലപ്പോൾ മെയിൻ കുറച്ച് കാണും, അതിൽ സബ് ഡിവിഷൻ കാണുമല്ലോ. ഇവരിപ്പം കൊടുത്തിരിക്കുന്ന ആ സബ് ഡിവിഷന് ഓരോ കാസ്റ്റ് ആയിട്ട് കൊടുത്തു. അപ്പം 47 ലക്ഷം പറഞ്ഞു. അതിപ്പം അങ്ങനെ ചെയ്യാൻ പറ്റില്ല, അത് കറക്റ്റ് ചെയ്യണമെന്നും പറഞ്ഞു. അല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇതിനോട് എനിക്ക് ഒരിക്കലും യോജിപ്പില്ല. കാരണം ഇപ്പം നമ്മുടെ നാട്ടിലത്തെ അവസ്ഥ പറയുന്നത് ജാതി മതം പറയുന്നത് തെറ്റാണ്. പിന്നെ അതിൻ്റെ പേരിൽ ഈ റിസർവേഷൻ അതിലും ചെറ്റത്തരമാണ്. അപ്പം ഈ താഴ്ന്ന ജാതിയിൽപ്പെട്ട പണവും ഇതൊന്നും ഇല്ലാത്ത ആൾക്കാരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതിനെല്ലാം ഫൈനാൻഷ്യൽ ബേസിസിൽ സെഗ്രിഗേറ്റ് ചെയ്ത് അതില്ലാത്തവർക്ക് ഇപ്പം മേലെ ഇപ്പം നീ ഇപ്പോൾ പറയുന്ന പോലെ ഇപ്പം എൻ്റെ ജാതി എന്ന് പറഞ്ഞാൽ നായർ എന്ന് പറയുന്ന ജാതി. അപ്പം ആ ഒരു ജാതിയിലും ചിലപ്പോൾ കാണും എവിടെയെങ്കിലുമൊക്കെ ഈ പൈസ ഇല്ലാത്തതും അല്ലെങ്കിൽ എന്താ പറയുന്നത് നല്ലൊരു ലിവിങ് സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ആൾക്കാരും കാണും. പക്ഷെ അതിൻ്റെ ആ ഒരു റീസൺ എന്നാന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ നാട്ടിലില്ലായിരിക്കും, പക്ഷെ ഇപ്പം നമ്മൾ തന്നെ കഴിഞ്ഞ ദിവസം ഇവിടെ നീ ശ്രദ്ധിച്ചിട്ടില്ല, ഓരോരുത്തരും ഇപ്പം നമ്മൾ ഈ പണി എന്നൊക്കെ ഓരോരുത്തർ പറയുമ്പം ഇവനാരെ എന്നോട് നീ ഏത് ജാതിയാ, നീ എന്നാത്തിനാ എന്നോട് പണി ചെയ്യാൻ പറയുന്നത്, അങ്ങനെയൊക്കെ ഇല്ലേ? അത് ഉണ്ട് നമ്മുടെ ഇപ്പൊ സ്റ്റിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം ഞാൻ ഒരു 1 year ബാക്ക് ഒരു തമിഴ്നാടിന്റെ ഒരു ഡോക്യുമെന്ററി കണ്ടു. അവിടെ കീഴ്ജാതിക്കാർക്ക് മറ്റേ ചെരുപ്പിട്ടുകൊണ്ട് ആ വില്ലേജിൽ കൂടെ നടക്കാൻ പറ്റത്തില്ല. അത് ഡോക്യുമെന്ററിയാ അവരുടെ, എപ്പോഴും യൂട്യൂബിലുണ്ട്. ഞാൻ പേര് ഞാൻ ഓർക്കുന്നില്ല, യൂട്യൂബിൽ കിടക്കുന്ന സാധനം. പണ്ട് 2022 എങ്ങാണ്ട് അവർ 21 22 എങ്ങാണ്ട് ഷൂട്ട് ചെയ്തതെന്ന് തോന്നുന്നു. എന്നുവെച്ചാൽ അങ്ങനെ എത്ര 20ാം നൂറ്റാണ്ട് ജീവിക്കുന്ന ആൾക്കാരായി 21ാം നൂറ്റാണ്ട് ജീവിക്കുന്ന ആൾക്കാരായിട്ട് പോലും അവർക്ക് അത് ചെയ്യാൻ ഇപ്പോഴും അതൊന്നും മാറിയിട്ടില്ല. എന്ന് വെച്ചാൽ പഴയ ആൾക്കാരുണ്ടല്ലോ അതുപോലെ ഉണ്ട്. ഈ ഒരു ജാതിപ്പെട്ട ആൾക്കാർ യൂസ് ചെയ്യുന്ന കിണറ്റിൽ നിന്ന് വെള്ളം അവർ കുടിച്ച് വെള്ളം കുടിക്കത്തില്ല. പിന്നെ അവര് വീട്ടിൽ വരുമ്പോ മറ്റേ പാത്രത്തിൽ വെള്ളം കൊടുക്കുന്നു, ചായ കൊടുക്കുന്നു. ഇതിനകത്ത് അത് പറയുമ്പോഴാണ് ഞാൻ ഒരു സിനിമ അത് കാണിക്കുന്നുണ്ട്. നമ്മുടെ ഇവന്റെ ഉണ്ടല്ലോ, ഷറഫുദ്ദീന്റെ ഒരു പടമുണ്ട്. പുള്ളി ഒരു നായരായിട്ടുള്ള ഒരു പടമാണ്. അപ്പൊ അതിനകത്ത് നമ്മുടെ സായികുമാറിന്റെ വൈഫിന്റെ പേരെന്തായിരുന്നു? ബിന്ദു പണിക്കരാണ് അവന്റെ അമ്മ. അപ്പൊ ഒരു മീൻകാരി അവിടെ മീനും കൊണ്ട് വരുന്നതാണ്. അപ്പൊ പുള്ളിക്കാരി അവിടെ വരുമ്പോഴത്തേക്ക് മറ്റേ നാട്ടിലെ മീൻകാരികളുടെ സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ അപ്പുറത്തേക്ക് ഒറ്റ ഇവിടെ എന്ന് പറയുന്നത്. അപ്പൊ ഇവർക്ക് ചായ കൊടുക്കും. അപ്പൊ ഇവരുടെ മോള് മറ്റേ രജിഷ വിജയനാണ് ഇവരുടെ മോളായിട്ട് അഭിനയിക്കുന്നത്. അത് അവന്റെ പെങ്ങള്. ഇവള് കൊണ്ട് ചായ കൊടുക്കുമ്പോ ഇവരുടെ അമ്മ മറ്റേ ഈ കുപ്പി ഗ്ലാസ്സിൽ നിന്ന് മാറ്റിയെടുത്ത് മറ്റേ സ്റ്റീൽ ഗ്ലാസ് അതിലും അങ്ങനെ ഉണ്ട്. ഞാനും അത് കണ്ടിട്ടുണ്ട് ഇങ്ങനെ അങ്ങനെയുള്ള ഒരു ഇതാ. അപ്പൊ അതുവരെ ഇതൊക്കെ തമാശ രീതിയിൽ അത് കാണിക്കുന്നെങ്കിൽ പോലും അങ്ങനെ ഇതൊക്കെ ചില ആൾക്കാരിൽ അത് എത്ര ബാഡായിട്ട് അത് എഫക്ട് ചെയ്യുന്നുണ്ടെന്നോ. പിന്നല്ലാതെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, റിസർവേഷൻ നമ്മൾ ഇതാന്നതാന്ന് പറഞ്ഞാലും അവർക്കിപ്പോഴും പരിഗണന, അതുകൊണ്ടാണ് പറഞ്ഞത്. റിസർവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പൈസയുടെ ഇതിന്റെ അടിസ്ഥാനത്തിൽ അത് കൊണ്ടുവരുവാണെങ്കിൽ ഈ പറയുന്ന എല്ലാ ജാതിപ്പെട്ട ആൾക്കാർക്കും ഒരേപോലെ സംഭവം കിട്ടും. പക്ഷെ അവര് കുറെ നാൾ അടിച്ചമർത്തപ്പെട്ട് അതിന്റെ ഒരു മാറിയില്ലെന്ന് പറയുന്നത്. അതെങ്ങനെ മാറും? അത് ഇപ്പോഴും പൊളിറ്റിക്സ് ചെയ്തോണ്ടിരിക്കുന്നത് എന്തുവാ? ശരിയാ, അവരെ ഡിവൈഡ് ആൻഡ് റൂൾ അവരും ജാതി ഈ നാറികള് വോട്ട് പിടിക്കുന്നത് എങ്ങനെ? അല്ല, ഒരു രാജ്യത്തിനെ ഭരിക്കണമെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ചെയ്താലേ പറ്റത്തുള്ളൂ. അപ്പൊ അത് ഒന്നില്ലെങ്കിൽ ആൾക്കാർ മനസ്സിലാക്കണം. ആൾക്കാർ പൊട്ടന്മാരത് മനസ്സിലാക്കുന്നില്ല. അല്ലെങ്കിൽ ഇത് ചെയ്യാതിരിക്കണം. ഇവന്മാര് പൊളിറ്റിക്സ് കയറുന്ന ഇവന്മാർക്ക് സ്വന്തം കാര്യം നോക്കണം, കാശുണ്ടാക്കണം, പോകണമെന്നുള്ള ചിന്ത കൊണ്ട് ഇവന്മാരെന്ത് ചെയ്യുന്നു? വീണ്ടും ഇത് ഡിവൈഡ്. എല്ലാം അങ്ങനെ തന്നെയല്ലേ ഇത്? അതുപോലെ ഈ ഒരു തമിഴ്നാട്ടിൽ ഒരു കാസ്റ്റപ്പെട്ട ആൾക്കാർ അവർക്ക് കൊടുക്കുന്ന പണി എന്ന് പറഞ്ഞാൽ മറ്റേ മാൻ ഹോൾ ക്ലീൻ ചെയ്യുന്ന ഏറ്റവും താഴെ അവരെ വേറെ ഒരു പണിക്ക് എടുക്കത്തില്ല.
അതൊക്കെ അത് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ അതാ ഇപ്പം നമ്മൾ മാറ്റണം. നമ്മളിപ്പോൾ ഒരാൾ ഇങ്ങനെ മാറണമെന്ന് പറഞ്ഞാലും ഈ ആൾക്കാരുടെ മനസ്സിൽ ബേസിക്സ് ആയിട്ട് കിടക്കുന്ന കുറേ ഇൻസ്റ്റിങ്ക്റ്റും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് ഈ സാധനം മാറാൻ പോകുന്നില്ല. പിന്നെയും ഇനി വരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇനിയിപ്പം നമ്മൾ കഴിഞ്ഞിട്ടുള്ള ഇപ്പൊ പുതിയ പിള്ളേർ വരുമ്പോഴത്തേക്ക് നമ്മൾ ഇപ്പോഴും ഉണ്ടോ എല്ലാവർക്കും അല്ല അവരുടെ ഒരു ഇത് വരുമ്പോഴത്തേക്ക് അവന്മാരങ്ങനെ മാറിയാൽ മാറി. കാരണം ഇത് ഇന്ത്യയിലാണ് ഇത് കാസ്റ്റ്, വേറെ അമേരിക്കയിൽ പോകാൻ ബ്ലാക്ക് വൈറ്റും. അപ്പൊ എല്ലായിടത്തും ഇങ്ങനെ എന്തെങ്കിലും ഒരു ഇതുണ്ട്. ഇത് ആക്ച്വലി ഇത് മേലെ ഇരിക്കുന്ന ആൾക്കാർ സെറ്റ് ചെയ്ത് വിടുന്ന സാധനങ്ങളാണ്. എടാ ശരിക്കും ഇതായത് ഇൻഡോ ആര്യൻസ് ഇന്ത്യയിൽ വന്നപ്പം അവര് കുറച്ച് ആൾക്കാരേ ഉള്ളൂ. നമ്മുടെ അടുത്ത് ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെ റൂൾ ചെയ്യാൻ വേണ്ടി ഇവർക്ക് ഈ വാറിയേഴ്സും പ്രീസ്റ്റും ആയിട്ടുള്ള എല്ലാം ഇവരെടുത്തു. ആക്ച്വലി കാസ്റ്റ് എന്ന് പറയുന്നത് സെഗ്മെന്റ് ഓഫ് ജോബ് ഇതാണ്. അത് പിന്നെ കാസ്റ്റ് ആയിട്ട് അങ്ങ് നമ്മളുടെ അതെങ്ങനെ അതിന്റെ അങ്ങനെ വന്നു എന്നുള്ളതിനെ പറ്റിട്ട് ഇതായി ഇൻഡോ ആര്യൻസ് വന്നു. അവര് അതല്ലടാ അതൊക്കെ സബ് ഡിവിഷൻസ് വന്നു. അത് കഴിഞ്ഞിട്ട് ഇതിനെ എങ്ങനെ കാസ്റ്റ് ആക്കി മാറ്റി. അതായത് ഇപ്പൊ നീ നിന്റെ മോന് തന്നെ ചെയ്തു, അങ്ങനെ തലമുറയായിട്ട് ചെയ്തോണ്ടിരിക്കുക. അപ്പം ഒരു പേരായി നീ ഇതാണ്. പിന്നെ ഇപ്പൊ അടുത്ത് വരുന്ന തലമുറയ്ക്ക് അറിയത്തില്ല ഞാൻ ഇതാണ്, ജനിക്കുമ്പോൾ അതാണെന്നും പറഞ്ഞത് എനിക്ക് ഇതാണ് എന്റെ വിധി. അപ്പൊ അവരങ്ങ് പോവും ആ ഫ്ലോയില്. വേണ്ടന മറ്റേ ഞാൻ പാണനല്ല നീ തമ്പുരാനുമല്ല ആണേലും ഒരു മൈരുമില്ല. സംഭവം അതാ സത്യം പറഞ്ഞ. ആരും ഒന്നും അല്ല, എല്ലാരും ഒരേപോലെ ഉള്ളു. കറുപ്പാന്ന് പറഞ്ഞിട്ട് അവൻ താഴ്ന്ന ജാതിക്കാരനാന്ന് പറയുന്നത് ഊമ്പിത്തരം. മേൽജാതിക്കാരിൽ എന്താ കറുപ്പില്ലേ? ജാതി പറയുന്നത് മോശമായിട്ട്. ഇതെല്ലാം മനുഷ്യൻ തന്നെ ഉണ്ടാക്കിയ ഇമാജിനേഷനിൽ ഉണ്ടാക്കിയ സാധനങ്ങളാണ്. അതായത് ഒരാളുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ, ആ ഒരു നാറിയുടെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ അവന്റെ മറ്റേ സുപ്രീമസി കിട്ടാൻ വേണ്ടിയിട്ട് അവൻ മറ്റുള്ളവരെ താഴ്ത്തി കെട്ടി അടിച്ചമർത്തി അവരെ കൊണ്ട് പണിയെടുപ്പിച്ച് ജീവിക്കാൻ വേണ്ടി. അതെ, അതാണ് സംഭവം. അത് നീ നോക്കിയാൽ മതി. ഈ കട്ടിപ്പണി എടുക്കുന്നവന്മാരെല്ലാരും താഴ്ന്ന ജാതിക്കാര്, അതായത് നല്ല ഫിസിക്കലി എടുക്കുന്ന ഫിസിക്കലി ഏബിൾഡ് ആയിട്ടുള്ള അവരെ അങ്ങനെ ആക്കിയതാ. അവര് നീ പണിയെടുത്ത് ഞങ്ങൾക്ക് വേണ്ടി പണിയെടുത്ത് ഇതെല്ലാം ഉണ്ടാക്കി വെച്ച് ഞങ്ങൾ ഇതെല്ലാം വിറ്റ് ഞങ്ങൾ സുഖമായിട്ട് ജീവിക്കാം, അങ്ങനെ ആക്കിയെടുത്താ. പിന്നെ ഇത് കുറെ നാള് കണ്ടിന്യൂ ആയപ്പോ പിന്നെ ഞാനിങ്ങനെ എനിക്കിതേ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ള ഞാൻ ഇതാ കണ്ടീഷൻഡായി അങ്ങനെ ചെയ്യാൻ വേണ്ടി. പക്ഷെ ഇപ്പം അധികം ആൾക്കാർ മുന്നോട്ട് വരാൻ നല്ല രീതിയിലല്ല നോക്കുന്നത്. പലരും ഇടയ്ക്ക് കുറേ സമയത്ത് ഈ ഒരു നമ്മുടെ നാട്ടിൽ തന്നെ ഒരു കാസ്റ്റിൽപ്പെട്ട ആൾക്കാർ അവരുടെ ആ പേര് വെച്ചിട്ട് തന്നെ എൻ്റെ പേഴ്സണലി അറിയാവുന്ന പല കേസുകളുണ്ട്. ചുമ്മാ ഉള്ള ഒരു പ്രൊസസ്സിന് പോയിട്ട് അവർ ഞാൻ ഇതായത് കൊണ്ട് അവൻ എന്നെ തല്ലി അല്ലെങ്കിൽ അങ്ങനെ മുതലെടുക്കുന്ന ആൾക്കാരും എനിക്ക് അറിയാവുന്ന ആൾക്കാരുണ്ട്. എനിക്ക് അനുഭവത്തിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ മുതലെടുക്കുന്നുണ്ട്. കാരണം ഇങ്ങനെയുള്ള ചീപ്പായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മുതലെടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള അതുപോലെ തന്നെ മറ്റേ ഇപ്പൊ ഈ ജെൻഡർ ആണെങ്കിൽ പോലും ഈ ട്രാൻസ്ജെൻഡേഴ്സും ഫീമെയിൽസും ഒക്കെ അവരെ ഇപ്പൊ ഇന്ത്യ നോക്കിയേ, ഇന്ത്യയിൽ അവരുടെ അവസ്ഥ എങ്ങനെ. നമ്മൾ ഇപ്പൊ ഈ മുംബൈ ട്രാഫിക്കിലോ അവിടെ ഇവിടെ ഒക്കെ നടക്കുന്ന വന്നിട്ട് അവരെ മാത്രം അതിനകത്ത് കുറ്റം പറയത്തില്ല. സൊസൈറ്റി എന്ന് പറയുന്ന ഷിറ്റ് ഇതിനെ അവര് ഇതുപോലെ തന്നെയാണ്. അവരും അവരുടെ അടുത്ത ആൾക്കാർ അവർക്ക് ഇതേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അവരും അതങ്ങ് ഫോളോ, എല്ലാവരും ഒരു കാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഫോളോ ചെയ്ത്. ഇപ്പൊ നമ്മളൊരു കമ്പനി ജോലി ചെയ്ത് നമുക്ക് എപ്പോൾ അത് ചിലപ്പോൾ വേണ്ടെന്ന് തോന്നും, പക്ഷെ എന്നാലും നമ്മൾ അങ്ങ് ഫോളോ ചെയ്ത് പോകല്. അതുപോലെ എല്ലാവരും അങ്ങ് ആ ഫ്ലോയിൽ അങ്ങ് പോവുക, വേറെ എന്നാ ചെയ്യുമെന്ന് ചിന്തിക്കുന്നില്ല. അല്ലല്ല, ആ ഫ്ലോയിൽ അങ്ങ് പോവാണ്. പക്ഷെ അതിനകത്തും ഇപ്പൊ ഈ ഇവരുടെ കാര്യം തന്നെ പറയുവാണെങ്കിൽ അതിനകത്തും പല ഫാക്ടേഴ്സ് ചിലപ്പോൾ അതിൽ നല്ല രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, നല്ല പണിക്ക് പോയിട്ട്. പക്ഷെ എന്നാലും ഒരു കാരണം പണ്ടത്തെ ഇപ്പോഴാണ് പിന്നെയും കുറച്ചുകൂടെ ലിബറൽ ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. പണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും അല്ലായിരുന്നല്ലോ. വാടാ സിറ്റ് ഡൗൺ. ഇപ്പം കാസ്റ്റ് എന്ന് പറയുന്ന പോലെ തന്നെ ആണും പെണ്ണും തമ്മിലും സീനുണ്ട്, വ്യത്യാസമുണ്ട്. കുണ്ടി സെൻസർ ചെയ്യണം. കഴിഞ്ഞ ദിവസേ ഞാൻ ഇവിടെ ഒരു ജിമ്മി വരുന്ന ഒരു പുള്ളിക്കാരിയുടെ സംസാരിച്ചപ്പോ അവള് പറഞ്ഞെന്ന് പറഞ്ഞാല് ഞാൻ ആ വീഡിയോ കണ്ടു. വീഡിയോക്കകത്ത് ഞാൻ ആകെ പഠിച്ചൊരു വാക്ക് കുണ്ടി സെൻസർ എന്ന് പറഞ്ഞ ഫസ്റ്റ് വീഡിയോ കേട്ട കുണ്ടി. അല്ലേലും ഇപ്പൊ പുതിയൊരു ഭാഷ പഠിക്കാൻ ആദ്യമേ തെറിയും ഇതൊക്കെയാ പഠിപ്പിക്കുന്നത്. അല്ലാതെ ഹൗഡിയോടും ഹവാറിയും അതൊന്നും തുമാരാ നാം ക്യായൊന്നും അല്ലല്ലോ. ആദ്യം സ്കൂളിൽ അതാ കേട്ടിട്ടുള്ള. പക്ഷെ നമ്മളെ എവിടെ പോയി കഴിഞ്ഞാലും ഒരു ഭാഷ പഠിക്കുമ്പോ ആദ്യം തെറിയാ പറയാ. അതാ ഏറ്റവും പെട്ടെന്ന് അതെന്താ പറയാ ഏറ്റവും കൂടുതൽ പറയുന്നതാ. അതെ, സ്കൂള് ഞാൻ തെറി പഠിച്ച 4ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലും കണ്ടത്. അതെങ്ങനെ അറിയാം, സ്കൂൾ ബസ് ചേട്ടന്മാരൊക്കെ ഉണ്ട്. എന്റെ ചേട്ടന്മാരല്ല, നോർമൽ ചേട്ടന്മാര്. ഇവര് റെഡ് ബെഡിലുണ്ട് തെറിവിളിയില്. ഞാനൊന്ന്
പണ്ട് സ്കൂളിൽ വന്ന കോടികള് മത്സരം നമ്മുടെ അഭിമാന എല്ലാ ജനറേഷനിലും ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ അച്ഛൻ ഇതുപോലെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഇതുപോലെ എടുത്തോണ്ടായിരുന്നു. അവൻ എല്ലാരും അങ്ങ് തെറി വിളിക്കും. മീൻസ് ഈ തെറിവിളി മത്സരം. അപ്പം അച്ഛൻ പോയിട്ട് ഇവനെ അങ്ങ് തെറി വിളിച്ചതാണ് കിടന്നത്. എന്ന് പറഞ്ഞാ റാപ്പ് ബാറ്റില്ല, പക്ക കോടുവിളി റാപ്പല്ല. നിന്റെ അച്ഛൻ ബ്രഹ്മാവ്. അത് പറയാൻ വരും. ഓരോ വർഷം കൂടുമ്പോ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കും. അതെ, നമ്മള് ട്രെയിൻ ചെയ്യാം കൂടുതൽ തെറി പഠിക്കാം. ഏതൊക്കെ രീതിയിലാണ് പണ്ടൊക്കെ നമുക്ക് അറിയാവുന്ന ബേസിക് കുറച്ച് സാധനങ്ങൾ, അത് കുറച്ചുകൂടെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനെ വേറെ രീതിയിൽ തലവെട്ട് ഇങ്ങനെ ഇത് ഇങ്ങനൊരു ഷ്രോഡിംഗർ എഫക്ട് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. എന്ന് പറഞ്ഞ സൗണ്ട് വരുമ്പം നമ്മളിപ്പോ ഒരു ആംബുലൻസ് പോകുമ്പോ ഈ ഇങ്ങനെയല്ലേ പോകുന്നത്. ഈ സാധനം എനിക്ക് ശരിക്കും ഞാനിത് സ്കൂളിൽ പഠിച്ചത് അപ്ലൈ ചെയ്തപ്പോഴത്. നമ്മള് വണ്ടി ഓടിക്കുമ്പോ ഇങ്ങനെ ജസ്റ്റ് മിസ് ഒക്കെ പോലും ബൈക്കാൻ ഞാൻ ഇതാണല്ലോ മറ്റേ ഷ്രോഡിംഗർ എഫക്ട്. മറ്റേ ബൈക്കിങ്ങനെ ബീച്ചിൽ പോയിട്ടോ വേറെ കസിനുണ്ട്. പുള്ളി മറ്റേ കിഴപ്പ് കാണിച്ച് കണ്ടി എന്റെ കസിൻ കിഴച്ചോടിക്കും. ഇപ്പം മറ്റേ ബൈക്കാർ ഇതുപോലെ അവനാണോ വണ്ടിയിൽ നിന്ന് എണ്ണീറ്റ് ഇത് മറ്റേ ഷ്രോഡിംഗർ എഫക്ട് ആണല്ലോ. കണ്ണാടിയൊക്കെ ഞാൻ കേട്ടില്ലേ. കാരണം കേട്ടോ ഫിസിക്സിന്റെ ആപ്ലിക്കേഷൻ അത്. ഇതുപോലെ മരത്തിനടിയിൽ പോയിരുന്ന നമ്മളാണെങ്കിൽ അത് ഇപ്പൊ തിന്നു പോയത്. പുള്ളി ഈ നാട്ടിലല്ല, പുള്ളിയുടെ തല ചക്ക ഇടും, പുള്ളി ചപ്പ ഏതോ സിനിമയ്ക്കകത്ത് ഇത് മാറ്റാതെ ടിൻഡുമോൻ കോമഡി. കോമഡി പറഞ്ഞപ്പോഴും പക്ഷേ വേറെ കൊറേ സാധനം ഒരിടയ്ക്ക് അത് ഭയങ്കര ഡബിൾ കോമഡി ഉണ്ട്. ടിൻഡുമോൻ അപ്പിട്ട് ടിൻഡുമോന്റെ തീറ്റക്കട കഥ ഉണ്ടായിരുന്നു കൊച്ചില്. തീറ്റക്കഥയല്ലേ ഇത്, മറ്റേ സീനൊക്കെ. ടിൻഡുമോൻ എവിടെങ്കിലും നിൽക്കുന്നത് ഞങ്ങളുടെ അനിയത്തി ഇങ്ങോട്ടൊക്കെ എന്റെ അടുത്ത് ചോദിച്ചോണ്ട് വരും. എന്താ കൊറേ ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് ടിൻഡുമോന്റെ അല്ല, ടിൻഡുമോനല്ല മറ്റേ വേറെ എന്തോ ഒരു മോൻ. ആ മോൻ മരുഭൂമിയിൽ നിൽക്കുന്ന അവന്റെ ഒരു ടോയ് ഉണ്ട്. അത് വേറെ ഇത് ടിൻഡുമോൻ വേറെ. എടാ ഞാൻ പറഞ്ഞ ഞാൻ ഉദ്ദേശിച്ചത് അത് തന്നെ ആ സാധനം ഇതെല്ലാം അറിയാം. അത് ചളി. ടിൻഡുമോൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ടിൻഡുമോൻ കോമഡി. പണ്ട് എനിക്കത് ഇപ്പോഴും വെച്ച് എന്തോ മനസ്സിലുണ്ട്. മറ്റേ കാർട്ടൂൺ ആരില്ലോ നീ പറഞ്ഞ മറ്റേ ടി വി വരുന്നത്. കാർട്ടൂണാ ചുമ്മാ ഇങ്ങനെ ടിൻഡുമോൻ പറഞ്ഞു ടീച്ചറിനോട് അങ്ങനെയൊക്കെ പറഞ്ഞ കോമഡി വരുന്നു. അപ്പം ടിൻഡുമോൻ ആണെങ്കിൽ മറ്റേ മാത്സ് ടീച്ചർ വന്ന് ചോദിക്കും, എൻ്റെ കയ്യിൽ ഒരു ആപ്പിളുണ്ട്, ഇത്രയും പേരുണ്ട്, ഇപ്പം ഇതെങ്ങനെ മുറിച്ച് തിന്നും എന്ന് ഓരോരുത്തരോട് ചോദിക്കുക. അവളോട് ചോദിക്കും ഞാനിത് 2/4 ആയിട്ട് ഡിവൈഡ് ചെയ്യും, ഞാനിത് 3/8 ഡിവൈഡ് ചെയ്യും. ടിൻഡുമോൻ പറഞ്ഞു നിങ്ങൾ 4 പേരുണ്ട്, ഒറ്റ ആപ്പിളുള്ളൂ, എങ്ങനെ ഞാനത് ജ്യൂസ് അടിച്ചു എല്ലാവർക്കും കൊടുക്കും. അതൊക്കെ സത്യം ഇപ്പൊ ഇല്ലല്ലേ ടിൻഡുമോനെ. ഒരിടയ്ക്ക് രജനീകാന്ത് ഭയങ്കര ഇതാ. രജനീകാന്ത് നടക്കുമ്പം പിന്നെ ഭൂമി അങ്ങനെ പറഞ്ഞ രജനീകാന്ത് ഒരു ദൈവത്തിനെ പോലെ അങ്ങനത്തെ കോമഡി. സർദാർജി കോമഡി ഉണ്ട്. ഇത് ജമ്പനും തുമ്പനും. ബാലരമയൊക്കെ വായിച്ചിട്ട് എത്ര നാളായില്ലയോ? ഇപ്പൊ ഉണ്ടോ അത്? ഉണ്ടെന്ന് തോന്നുന്നു, വായിക്കാറുണ്ടല്ലോ. ഇപ്പൊ അവന്റെ സ്പൈഡർമാൻ ഒക്കെ അവന്റെ എല്ലാ വെള്ളിയാഴ്ചയും ബാലരമ വരുമല്ലോ, കൂടാതെ സ്റ്റിക്കറും അതൊക്കെ. സബ്സ്ക്രിപ്ഷൻ ഒക്കെ ഉള്ള അല്ല നമ്മുടെ പത്രക്കാരനോട് പറയാൻ ബാലരമാണോന്ന് പറയും. അങ്ങനെ ഉണ്ട് എല്ലാ വെള്ളിയാഴ്ച ഈ സാധനം വരുമ്പോ ഒരു രസമാണ്. ഇന്ന് ബാലരമ വായിക്കാറ്. എന്റെ മറ്റേ ബാലരമ കളിക്കുടുക്ക അതല്ല, പയറുമൊന്നും അല്ല, കളിക്കുടുക്ക, മാജിക് പോട്ട്, ടെൽമി വൈ എന്ന് പറഞ്ഞ സാധനം. ടെൽമി വൈ. പിന്നെ ഇത് ഇതല്ലേ, അത് മറ്റേ ബുക്ക് കൊണ്ട് നടക്കുന്ന ആൾക്കാരെ കൊണ്ട് തരുന്നത്. അത് മനോരമ ഇതുപോലെ മാസത്തിൽ ഒരിക്കലും. അത് അടിപൊളി സാധനം. പിന്നെ റീഡേഴ്സ് ഡൈജസ്റ്റ് വായിക്കത്തില്ല. ഇത് ഞങ്ങളുടെ വീട്ടിൽ ടെൽമി വൈ റീഡേഴ്സ് ഡൈജസ്റ്റ് അത് രണ്ടും അടിപൊളിയായിരുന്നു. വായിക്കുമായിരുന്നു. അത് ഞാൻ ഡെയിലി വായിക്കുമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ എനിക്ക് വീട്ടിൽ ഇരിക്കുന്ന ഇഷ്ടം, അങ്ങനെ വെളിയിൽ പോയി അങ്ങനെ പോയി ചില്ല് ചെയ്ത് വായിക്കുക. ബാലരമ ചിലപ്പം രാവിലെ സ്കൂളിൽ പോവാൻ റെഡിയായി നിൽക്കുമ്പോഴായിരിക്കും, അപ്പൊ സമയമില്ല വായിക്കും. തിരിച്ചു പോയിട്ട് വന്നിട്ട് വായിക്കണം ബാക്കി.
സ്റ്റിക്കറും ഗിഫ്റ്റ് കിട്ടുമല്ലോ എന്റെ വീടിന്റെ ഒരു അലമാരി മൊത്തം എടാ മറ്റേ ഇടയ്ക്ക് സ്ക്രാച്ച് ആൻഡ് വിൻ വരുന്നില്ല, എനിക്കൊരു പ്രാവശ്യം അടിച്ചിട്ടുണ്ട് പ്രൈസ്. എനിക്കൊരു സ്കൂൾ ബാഗ് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മള് ചോറിന് 21 സാധനം ചോറിനിട്ട് കിട്ടിയിട്ട് അന്തൂര് ചോറിന്റെ ഇപ്പൊ പ്രൈസ് അടിച്ചു. സ്കൂളിൽ പോയില്ല. പക്ഷെ ഒരു വധം ബാഗ് കിട്ടി, ഏതോ സ്കൂബിയുടെ. കാരണം ആ സമയത്ത് സ്കൂബിയുടെ ആണല്ലോ, സ്കൂബിയുടെ അല്ല വേറെ ഏതോ കമ്പനി അല്ലല്ല ആ ബാഗിൽ ഇട്ടിട്ടുണ്ട് ബാലരമാതിരി. അതെനിക്ക് ഇഷ്ടപ്പെടാം. എന്തൊരുമാതിരി മറ്റടുത്ത പരിപാടി ബാഗ് കൊണ്ട്. പണ്ട് നമുക്ക് ഈ എന്ത് കാര്യം ഇപ്പൊ ബൂസ്റ്റ് ഹോർലിക്സ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വാങ്ങിക്കുമ്പോ എല്ലാം അതിന്റെ കൂടെ ബൂസ്റ്റ് വാങ്ങിക്കുമായിരുന്നു സ്ഥിരം. കാരണം അതിന്റെ കൂടെ ഓരോ തവണ ഓരോ സാധനങ്ങൾ കിട്ടും. ബാഡ്മിന്റന്റെ റാക്കറ്റ് ഒക്കെ കിട്ടും, ബാഡ്മിന്റൻ റാക്കറ്റ്, ബോള് ഇതെല്ലാം കിട്ടുമായിരുന്നു. ഇപ്പൊ പക്ഷെ നോക്കി ഇപ്പൊ ഒന്നുമില്ല, ആരും വാങ്ങിക്കുന്നില്ല. ആ സമയത്തെ സാധനങ്ങൾക്ക് ഒരു ഭയങ്കര ഇമോഷൻ ഉണ്ടായിരുന്നു. ബൂസ്റ്റ്, ഹോർലിക്സ്, മൈലോ കഴിക്കുന്നില്ല പിള്ളേരാരും. ഇപ്പൊ ആർക്കും വേണ്ട. എന്താ പറയുക, അപ്പോഴത്തെ എല്ലാ സാധനത്തും അതിനൊരു ഇമോഷൻ ഉണ്ടായിരുന്നു. നല്ല സാധനമാണ്. പിന്നെ അതിന്റെ പരസ്യമൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. എന്താ പറയുക, നമുക്ക് മനസ്സിൽ തട്ടുന്ന ടോളർ, സ്ട്രോങ്ങർ, ഷാർപ്പർ, ബൂസ്റ്റ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി, അതൊക്കെ എന്തോ ഐക്കോണിക് അഡ്വർടൈസ്മെന്റ്സ് അല്ലേ. സ്കൂബിയുടെ മറ്റേ ഇത് വന്ന് തേനീച്ചോ ഇത് വന്ന് ടി വി ഷോ ചങ്ങാതി മഴ മഴ കുട എന്തോ ഹെവി പരസ്യങ്ങളായിരുന്നു പണ്ട്. ഇപ്പത്തെ പരസ്യമൊക്കെ ചുമ്മാ മറ്റേ നമ്മളെ ഇപ്പൊ എനിക്ക് തോന്നുന്നു അതല്ല വേറൊരു കാര്യമുണ്ട്. പണ്ട് നമുക്ക് ടി വിയെ ഉള്ളായിരുന്നു, ഇപ്പൊ പരസ്യം കാണാതിരിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഇപ്പൊ അങ്ങ് പരസ്യം കാണേണ്ട ആവശ്യമില്ല. യൂട്യൂബ് പ്രീമിയം എടുക്കുകയാണെങ്കിൽ പരസ്യം വേണ്ട. ടി വി ഒക്കെ ആരും ഉപയോഗിക്കും, എനിക്ക് തോന്നുന്നില്ല ആരും ടി വി ഉപയോഗിക്കും. എന്റെ പപ്പ ഇപ്പോഴും കാണും ടി വി. അത് യൂട്യൂബ്, ടിവിയില് യൂട്യൂബ്, കേബിളില്ല. കേബിളൊക്കെ ഡെഡായി. കേബിളൊക്കെ ഈ ജസ്റ്റ് സാധാരണക്കാരൊക്കെ ഞങ്ങളുടെ വീട്ടില് അപ്പം രണ്ടാമത്തെ വീട് പണി നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങൾ വാടകയ്ക്ക് പോയി. അപ്പം പുതിയ വീട്ടില് ഇത് എടുത്തിട്ടില്ല, ടി വി ഇതുവരെ. ഞാൻ 10ാം ക്ലാസ് തൊട്ട് ടി വി കണ്ടിട്ടില്ല. വീട്ടിൽ ടി വി ഇല്ല, വാങ്ങിച്ചിട്ടില്ല. അങ്ങനെ ലാപ്ടോപ്പ് ഉണ്ട്, ഡെസ്ക്ടോപ്പ് ഉണ്ട്, ഫോണുണ്ട്, വൈഫൈ ഉണ്ട്. ഇത് 4 ഉള്ളപ്പോ പിന്നെ ടി വി എന്തിനാ? ടി വി പക്ഷെ ഇപ്പൊ നമ്മുടെ സമയത്ത് എന്നാന്ന് വെച്ചാൽ ടി വി ഒരു വീടിന്റെ ഒരു സംഭവമാണ്. അല്ല, അന്ന് ടി വിയേ ഉള്ളൂ. നമ്മുടെ ഫർണിച്ചർ എല്ലാം തിരിച്ചു വെക്കുന്ന ടി വിയിലോട്ടാ. സോഫയിൽ എന്റെ ഫ്രണ്ട്സിനകത്ത് ജോയി പറഞ്ഞു ടി വിയിലെന്ന് പറയാം. അപ്പൊ നിന്റെ ഫർണിച്ചറൊക്കെ എങ്ങോട്ടാ വെച്ചിരിക്കുന്നത്? കാരണം ഒരു വീട് വരികയാണ്, അവിടെ ടി വി വേണം. ടി വി, ഫ്രിഡ്ജ്, സാധനങ്ങളൊക്കെ വേണം. അല്ലേ നീ ആലോചിക്കില്ല, ലിവിംഗ് റൂമിൽ സോഫയൊക്കെ എങ്ങോട്ട് തിരിച്ചിടും. ഇതെല്ലാം എല്ലാരും ടി വി. പക്ഷെ ആ ടി വി നമ്മുടെ ആൾക്കാർ ഇരിക്കുന്ന റൂമിൽ വെച്ച പ്രശ്നമില്ല, ആരും സംസാരിക്കത്തില്ല. എല്ലാരും വന്നെങ്കിൽ ടി വി നോക്കി വാർത്ത കണ്ടോണ്ടിരിക്കും, അല്ലെ സീരിയൽ കണ്ടോണ്ടിരിക്കും. അതൊക്കെ അയ്യോ പണ്ട് അത് മറ്റേ കടമറ്റത്ത് കുറച്ച് ഓജി ഒരു സിനിമയൊക്കെ ഇറങ്ങിയത് അതിന്റെ കള്ളന്റെ കായംകുളം പക്ഷെ ഞാനത് കണ്ടിട്ടില്ല. കടമറ്റത്ത് കത്തനാരി ഞങ്ങള് രാത്രി 10 മണി വേറെ വീട് കണ്ണാടി. അത് ഓർമ്മ, മാന്യ പ്രേക്ഷകർ കണ്ണാടിയിലേക്ക് സ്വാഗതം. അങ്ങനെ ഒരു ടി വി ഷോ ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ ഈ 10 മണിക്കാണ്. അപ്പൊ ഇച്ചിരി ഒരു ഗോറും ഇങ്ങനത്തെ കൊലപാതകവും അങ്ങനെ ഡാർക്ക് സാധനങ്ങളൊക്കെ, ക്രൈം സാധനമൊക്കെ. അത് മറ്റേ ഹൊററായിട്ട് അവന്മാര് കാണിക്കുന്നത്. എനിക്ക് സമയമല്ല, ചോട്ടാപ്പി കണ്ടിട്ട് സമയമാണ്. മാന്യവർഷ കണ്ണാടിയിലേക്ക് സ്വാഗതം. ചുമ്മാ അതൊക്കെ കുറെ നല്ല പരിപാടി. സഞ്ചാരം കുറെ അടിപൊളി ടി വി ഉണ്ടല്ലോ. കൊച്ചിലെ സഞ്ചാരം കാണുന്ന ഇഷ്ടമില്ലായിരുന്നു. അപ്പൊ എപ്പോഴും അപ്പൊ ഞങ്ങളെല്ലാം പോയിരുന്നത് കാണാമായിരുന്നു. കൊച്ചിലെ ഇഷ്ടമല്ല, പക്ഷെ കുറച്ച് വലുതാക്കി സഞ്ചാരം എന്നെ പൊളിയാണ്. സ്ഥലങ്ങൾ പോകുന്നു പുള്ളി. ഞങ്ങളിന്ന് ഇതുവഴി നടക്കുകയാണ്. വേറെ ഞാൻ പണ്ട് മറ്റേ WWE ആണ്. അപ്പൊ അപ്പം പറയും ഇത് എന്നാ മാറ്റി. ഞാൻ പറയും ഇതെന്തോ പൊളിയാ. അപ്പൻ എന്നാ ഇത് മനസ്സിലാ. ഇപ്പൊ WWE ഉണ്ടാക്കി ഇതെന്നാ ഷോ. അന്ന് ഭയങ്കരമായിരുന്നു. ഇടയ്ക്കൊരു സമയത്ത് ഇത് ഒറിജിനൽ അണ്ടർടേക്കർ ഒക്കെ 12 തവണയൊക്കെ മരിച്ചു തിരിച്ചു വരുന്നത്. ഓരോ പ്രാവശ്യം മറ്റേ കുഴിക്കകത്ത് ചാടി ചെയ്തിട്ട് വരുന്നതാണ്. നമ്മള് പറ അണ്ടർടേക്കർ മരിച്ച കെയിന്റെ മോന്റെ ആസിഡ് ഒഴിച്ചു. അതുകൊണ്ട് ഞാനൊരു +1+2 ഒക്കെ പഠിക്കുന്ന സമയത്ത് ഇത് മറ്റേ സ്ക്രിപ്റ്റഡ് ആണുള്ള സാധനം വരുന്നത്. ഈ സാധനം അതൊരു ഭയങ്കര നമുക്കൊരു റെവല്യൂഷൻ. അതെ, നമുക്കൊരു മൈൻഡ് ബ്ലോയിങ് അറിവായിരുന്നു. ഇത് സ്ക്രിപ്റ്റഡ് എടാ സ്ക്രിപ്റ്റഡ് ആന്ന് പറഞ്ഞാൽ അമ്മാരെന്തോ കഷ്ടപ്പെട്ട എന്തോ സീനത്. ബോഡി ഉണ്ടാക്കുന്നില്ല അമ്മാരെ, എന്തോ ഇട്ട് അടിക്കുക ഡെയിലി. എന്തോ വേദന ശരീരത്തിലൊക്കെ. എടാ മേളിന്നൊക്കെ എടുത്ത് എന്തോ വേദന എടുക്കുക. സ്ക്രിപ്റ്റഡ് ആന്ന് പറഞ്ഞാൽ എന്നെ ഫുൾ ഇടയ്ക്ക് നല്ല ഇടിയും കൊള്ളുന്നുണ്ട് ഇവന്മാര്. അതൊരു സംഭവം 916 അത് ഗോൾഡ് 619.
തെറ്റിപ്പോയി. 916 ഹോൾമാർക്ക് 24 തെറ്റിപ്പോയി പട്ടേ. പക്ഷെ ശരിക്കും പറഞ്ഞാൽ പണ്ടത്തെ കാലം നൈസ് ആയിരുന്നില്ല. എല്ലാവരും കൂടെ ഇറങ്ങുന്നു, മറ്റേ പിള്ളേർ സെറ്റ് കളിക്കാൻ ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നു, അത് ഫുട്ബോൾ എനിക്ക് കളിക്കാൻ എപ്പോഴും പോകുന്നു. ബാഡാ. ഞാൻ ഇത് കൊറേ വെളിയിലോട്ടൊക്കെ ഇറങ്ങിയിട്ട് കുറെ ഇപ്പൊ അങ്ങനെ പണ്ടാണെങ്കിൽ വേറൊരിതുണ്ട്, ചേട്ടന്മാരും വരും കളിക്കാൻ. എല്ലാരും വോളിബോൾ എല്ലാവരും എല്ലാ ആരും വീട്ടിൽ ഇരിക്കത്തില്ല. വലിയ രസമൊന്നുമില്ല. ആ മറ്റേ ബോൾ കറക്കാൻ പോകുന്ന ഏക്കരായിരുന്നു. എന്നെ സൈഡിൽ കൊണ്ട് നിർത്താം, അങ്ങോട്ട് ബോൾ അടി. ഔട്ട് വർക്ക് ആയിരുന്നില്ല. ഞാൻ ഒരു ആദ്യമൊക്കെ നമ്മളും അങ്ങനെ ഔട്ട് വർക്കൊക്കെ 8ാം ക്ലാസ് 9ാം ക്ലാസ് വരെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ നിന്നു. ഞാനൊരു +1 +2 ഒക്കെ പഠിക്കുന്ന സമയത്തും ഉണ്ടായിരുന്നു. പിന്നെ എല്ലാരും എനിക്ക് തോന്നുന്നു ഇപ്പോഴും പോകുന്നുണ്ടെന്ന് തോന്നുന്നു. ഇപ്പൊ ആ പഴയ ആ ഒരു കാലത്തിന്റെ ആ ഇപ്പം ഒരു കളിക്കുന്നത് എങ്ങനെയാ? ഇപ്പം മറ്റേ ഗ്രൗണ്ടിൽ പോയി ടർഫിൽ പോയി പിന്നെ ഓരോരുത്തർക്കും ഓരോ പഴയ കാലം എന്ന് പറയുന്നത്. പണ്ട് എല്ലാവർക്കും അവരുടെ പഴയ കാലം ഇഷ്ടമായിരിക്കും. പണ്ട് അവിടെ ബാറ്റ് ഇതും കൊണ്ട് തെങ്ങിൽ നിന്ന് കിട്ടുന്ന സാധനം മടല് കൊണ്ടുണ്ടാകാതെ ബാറ്റ്, അതേ MRF എന്ന് എഴുതുന്നു, മടല് മറ്റേ സ്റ്റമ്പായിട്ട് വെക്കുന്നു. പക്ഷേ ചമ്പായിട്ടൊക്കെ 1/2 മണിക്കൂർ കല്ല് കുത്തി വെക്കുക, കല്ലങ്ങോട്ട് മാറ്റുക, എപ്പം പറഞ്ഞു. പണ്ടെന്ന് പറഞ്ഞോട് ഒരു കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ ഒരു സാധനം. ഇപ്പൊ തന്നെ ഞാനാണെ തന്നെ ഞാൻ ഒട്ടും സോഷ്യൽ അല്ലേ. എനിക്ക് വീട്ടിൽ ഇരിക്കുന്ന ഒറ്റയ്ക്ക് ഇരിക്കുന്നത് എനിക്ക് ഇഷ്ടം. ഇപ്പൊ അങ്ങനെ ആയി. അങ്ങനെ നമ്മൾ ആ കൺഫൈൻഡ് ആയി ഫോണും ടെക്നോളജി എല്ലാം വന്നുകൊണ്ട്. നമ്മളെ ഒരിടത്ത് ഇരുത്തി. അതായത് നമുക്ക് വേറെ ആരെയും വേണ്ട സമയം എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ അതിലും സന്തോഷം ഡോപ്പമീൻ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ ഒരു ഞാൻ എനിക്ക് മനസ്സിലായി വരും, നമ്മൾ മുറി തന്നെ ഇരുന്നോ നമ്മൾ തീർന്നു. ഞാനിപ്പം 2 ആഴ്ച വീട്ടിൽ പോയില്ലേ ലീവിന് പോയപ്പോ, അവിടെ വന്നപ്പോഴൊക്കെ ഞാൻ പവറായിട്ടാണ് വന്നേ. നമ്മൾ ഇവിടുന്ന് പവറിലല്ലേ അങ്ങോട്ട് ചാർജ് ആയിട്ടല്ലേ പോകുന്നത്. അവിടെ ചെന്ന് ഈ മുറിക്കാതിരിക്കാൻ തുടങ്ങുന്നതോടെ എല്ലാം പവറും പോയി. എനിക്ക് ഇവിടെ വന്നതിന് ശേഷം ഈ റൂമിൽ വന്നതിന് ശേഷം ഇത്രയും മടി കൂടിയത്. മറ്റേത് ഇങ്ങനെ അല്ലായിരുന്നു. മറ്റേത് നമ്മൾ അവിടെ ഇവിടെ ഒക്കെ ഇറങ്ങി. എനിക്ക് നേരെ തിരിച്ചാ. എനിക്ക് വീട്ടിൽ ഭയങ്കര സുഖം എന്ന് പറഞ്ഞാൽ കട്ടില കിടക്ക് AC ഇടുക, ഇത് ഫോണിൽ നോക്കിയിരിക്കുക, താഴെ പോയി ഭക്ഷണം കൃത്യ സമയത്ത് ഭക്ഷണം കഴിക്കുക, തിരിച്ച് എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കിയത് നമ്മുടെ ബെഡ്റൂം ഹോളിൽ പോയിരുന്നാൽ ഈ പ്രശ്നമില്ല, നമുക്ക് ചാർജ് കിട്ടും. ബെഡ്റൂമിലെ കട്ടിലെ നമ്മൾ ഇങ്ങനെ കിടന്നു ഒരു 5-6 മണിക്കൂർ നമ്മൾ ആ ലൂപ്പിനകത്ത് ഇങ്ങനെ പെട്ടിരിക്കും. ചുമ്മാ സമയം പൊക്കോണ്ട്. ഞാൻ ഇൻസ്റ്റാഗ്രാം സമയത്ത് ഫോൺ ഇല്ലെങ്കിൽ നമ്മൾ ഇല്ല ഞാനിപ്പോ ചെയ്യുന്നത് ഞാൻ ഇൻസ്റ്റാഗ്രാം കളഞ്ഞായിരുന്നു. പക്ഷെ നമ്മുടെ പേജിന്റെ ഇതൊക്കെ ചെയ്യാൻ പിന്നെ എടുത്തു. അപ്പൊ ഞാൻ പിന്നെ ലൂപ്പിനകത്ത് പെട്ടു. പിന്നെ ഞാൻ കളഞ്ഞു. അപ്പൊ ഞാൻ എന്താ വെച്ചാൽ ഞാൻ വീട്ടിലെ പട്ടിയുണ്ട്, പട്ടിയുടെ അടുത്ത് പോയി ചില്ല് ചെയ്യും. അങ്ങനെ ഇത് ലൂപ്പിൽ നിന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടി. അയ്യോ നമ്മളെന്തായാലും പറഞ്ഞു തുടങ്ങിയത് ഞങ്ങളിവിടെ ഭയങ്കര ചർച്ചയായിരുന്നു. മറ്റേ കാസ്റ്റും ഇതിന്റെ കാര്യങ്ങളാണ് നമ്മള് തുടങ്ങുന്നത് തീരുന്ന വേറെ. അത് നമ്മള് ചുമ്മാ ഇരുന്ന കൊണയടിക്കല്ലേ. ഇപ്പൊ നമ്മുടെ വ്യൂ പോയിന്റ് ഒന്നായിരിക്കും, ബാക്കിയുള്ളവർക്ക് വേറെ വ്യൂ പോയിന്റ് ആയിരിക്കും. ആയിക്കോട്ടെ, നമുക്ക് തോന്നുന്ന പറയാം. കാരണം അതിനല്ലേ മറ്റേ ഇതിനകത്ത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ടല്ലോ റൈറ്റ് ടു സ്പീച്ച്, റൈറ്റ് ടു എന്തൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ പറഞ്ഞവരൊക്കെ നമ്മൾ ആരെയും കൊള്ളിക്കുന്നൊന്നും മറ്റേ ഒരു അല്ല അല്ലേലും വേറൊരാള് പറയുന്ന കേട്ട് കൊള്ളാൻ പോകുന്നത് ഒരു ശോകം. നിങ്ങൾ അത്രേ ഉള്ളൂ. വേറെ മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാരും കാണാൻ പോകുന്നില്ല. ശരിയാ, ഒരു 40 പേര് മറ്റേ എടുത്തിട്ട് അപ്പൊ തന്നെ ക്ലോസ് ചെയ്ത് വിടുക. നമ്മളെ മറ്റേ ഇൻട്രോ മാത്രമേ കാണത്തുള്ളൂ. എനിക്ക് ഇത് റിപ്ലൈ ചെയ്യണം, കമന്റ് ചെയ്യണം, വേണ്ടി വന്നാൽ കുഞ്ഞിരിക്കും കുമ്മനിരിക്കും. അതൊക്കെ പിന്നെ എന്നെ നമ്മളും ഫേമസ് ആവട്ടെ. എല്ലാരും ഇങ്ങനൊക്കെ തുടങ്ങുന്നത്. എടാ നമ്മളിത് ചെയ്യുന്ന ഇത് ചെയ്യാൻ ഒരു ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ. അല്ലാതെ ആൾക്കാർ കാണുന്ന പൈസ ഉണ്ടാക്കണമെന്ന് മാത്രമല്ല, അതുകൊണ്ട്. പക്ഷെ അത് മാത്രല്ല മെയിൻ പ്രയോറിറ്റി ഇല്ല. മടുപ്പിന്റെ ഇത് ചെയ്യുമ്പോൾ നല്ല രസമുണ്ട്, ഒരു സന്തോഷമുണ്ട്. എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിട്ട്. വേറെ കാര്യം, ഞാൻ മറ്റേ വർക്കൗട്ട് ചെയ്യാൻ ഞങ്ങൾ വീഡിയോ എടുത്ത് ക്യാമറ ഉള്ളപ്പോൾ വർക്കൗട്ട് ചെയ്യാൻ ഭയങ്കര പവർ. കാരണം ഇത് എല്ലാരും കാണുമല്ലോ, നമുക്കൊരു അക്കൗണ്ടബിലിറ്റി ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ 2 എണ്ണം അടിച്ചിട്ട് നിർത്തും. അത് വിറ്റ് എടുക്കുന്ന ആൾ ഞാൻ ചിരിക്കുക. കാരണം നമുക്കിത് ദൂരെ പുഷപ്പെടുക. അടുത്ത 5 എണ്ണം ഇപ്പം വരും. ആയിരുന്നു സെറ്റപ്പ്. പക്ഷെ അതിനകത്ത് 20 മിനിറ്റ് ഞാൻ അടി നിർത്തും. അത് പിന്നെയും ചെയ്യായിരുന്നു, എനിക്ക് കുഴപ്പമില്ലായിരുന്നു. കാരണം തന്നെ എനിക്കറിയാം ഇത് മറ്റേ വീഡിയോ എടുത്തോണ്ടിരിക്കുക, ഇത് മറ്റേ കുഞ്ഞുകളിയല്ലേ, ഇത് അടിക്കണം, ഇത് അടിച്ചില്ല നടക്കണം, അടിക്കണോ ആ മൈൻഡ് ഒന്നും നിന്നങ്ങ് പോയണം. ക്യാമറ ഇല്ലാതെ ചെയ്താൽ എനിക്ക് ചെയ്യാൻ പോലും തോന്നത്തില്ല. ഒരു 10 എണ്ണം കഴിയുമ്പോ പോയേക്കാതെ.
അങ്ങനെയാണെങ്കിൽ ജിമ്മിൽ പോയിട്ട് നമുക്ക് ക്യാമറ വെച്ച് ചെയ്യാം. പക്ഷെ ജിമ്മിൽ എനിക്ക് ആ പ്രശ്നമില്ല. ജിമ്മിൽ വെയിറ്റ് അടിക്കുമ്പോ സീനില്ല. ഇതുപോലത്തെ ഈ പുഷപ്പ് Push-up സർക്യൂട്ട്സ് ഇല്ല, എല്ലാവർക്കും ഹൈ അത് ഇന്റൻസിറ്റി. തന്നെയാ. ജിമ്മിൽ പോകുമ്പോ സീനെ സുഖം. ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്ന സത്യം പറഞ്ഞ ടാസ്ക് അല്ല, അത് സുഖം പരിപാടി. പരിപാടിയാ. ഈ ഓട്ടം ചാട്ടം ഈ സർക്യൂട്ടുകളാണ് പാട്. അത് ഇച്ചിരി കഷ്ടപ്പാടുള്ളത്. ഇതന്നെ കുറച്ച് വെയിറ്റ് ഇട്ട് പൊക്കിയാൽ പോരെ, നമ്മളൊരു സ്ഥലത്ത് നിന്ന് ചെയ്യുമല്ലോ. അത് വലിയ സീനില്ല വെയിറ്റ് പൊക്കുന്നതൊന്നും. ഇപ്പം ചെന്നാ ഓണാവും എല്ലാവരും. ജിമ്മിൽ ചെന്നാ പിന്നെ പവറാ. എടാ നമ്മളാ ചെന്നാ തുടങ്ങിയ 2 മിനിറ്റേ ഉള്ളൂ മടുപ്പ്. തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആലോചിക്കും ഇന്ന് പോണോ, ചെന്ന് നന്നായി വന്നു. അല്ല ഈ ആലോചന വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു മാസത്തിനകത്തേ ഉള്ളൂ വരുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും നമ്മുടെ ഒരു റൊട്ടീനായിട്ട് അതങ്ങ് മാറും. കാരണം നമ്മളൊരു കാര്യം പറഞ്ഞില്ല, മറ്റേ ഇത് പാകിസ്ഥാൻ ഇന്ത്യ വള്ളിയായിട്ട് 2 ബോംബ് പൊട്ടി കഴിയുമ്പോ എല്ലാം വരും. അതിപ്പോ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. എന്തായാലും എവിടെയെങ്കിലും ഒക്കെ ആരെങ്കിലും ഒക്കെ കൊല്ലും, തീരും. സീൻ സംഭവം നടന്നു. മിക്കവാറും ഇവിടെ തന്നെ ആയിരിക്കും ആദ്യം ബോംബ് വന്ന് വീഴുന്നത്. നമ്മളൊക്കെ മുംബൈ എന്ന നഗരം പൊട്ടിത്തെറിക്കുവോ ഇല്ലയോ, അതാണ് ക്വസ്റ്റ്യൻ. സംഭവം 2 രാജ്യത്തിന് ന്യൂക്ലിയർ ഉണ്ട്, അതുകൊണ്ട് ഒത്തിരി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ എടുത്ത് പ്രയോഗിക്കാൻ ന്യൂക്ലിയർ അല്ല, ന്യൂക്ലിയർ പ്രയോഗിച്ചു കഴിഞ്ഞാൽ ബോർഡർ ഫൈറ്റ് ആദ്യം സ്റ്റാർട്ട് ആവുന്നത്. അവർ തുരുതുര ന്യൂക്ലിയർ പൊട്ടും, ലോകം അവസാനിക്കും. വേൾഡ് വൈഡ് അതിന് ഇമ്പാക്ട്. ഇപ്പൊ നമുക്ക് ഇങ്ങോട്ട് ന്യൂക്ലിയർ നമ്മൾ അങ്ങോട്ട് വിടുമല്ലോ. അപ്പോഴത്തേക്ക് അവിടെ മറ്റേ ന്യൂക്ലിയർ എന്തായാലും പിന്നെ ട്രീറ്റി ഒക്കെ സൈൻ ചെയ്തിട്ടുണ്ടോ, ഇതൊന്നും വിടാൻ പറ്റത്തില്ല എന്നൊക്കെ. അതൊക്കെ ന്യൂക്ലിയർ വെച്ച് അവന്മാർക്ക് അങ്ങനെ കളിക്കാം. അവന്മാരുണ്ടെന്ന് പറഞ്ഞാലും അങ്ങനെ കളിക്കാൻ പറ്റത്തില്ല. അത് മാത്രമല്ല ബാക്കി എന്തും നടക്കും. പക്ഷെ ഈ ലോകത്ത് സത്യം പറഞ്ഞ സമാധാനം വന്നത് ഈ ന്യൂക്ലിയർ വെപ്പൺ കാരണം. അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെച്ച് ചത്താരെ. ഇത് പേടിയേ ഉമാരിത് പൊട്ടിക്കും. റിലിജിയൻ പോലെ ആൾക്കാരെ കൺട്രോൾ ചെയ്യാൻ റിലിജിയൻ ഉണ്ടായത് എന്നാണ് എന്റെ ഇത്. എന്നുവെച്ചാൽ ആ ഒരു പേടിയിൽ ആൾക്കാരെ കൺട്രോൾ ചെയ്യാനാണ്, ആൾക്കാരെ ഭരിക്കാൻ എന്നല്ല, എന്നുവെച്ചാൽ അവർക്ക് അവരുടെ ഉള്ളിൽ ഒരു ഫിയർ കൊണ്ടുവരാൻ. ഇത് ഒരു ഓർഡർ, ശരിക്കും സത്യം പറഞ്ഞാൽ ഒരു ഓർഡർ കൊണ്ടുവരാൻ എന്ന് പറയുന്നത് എന്താ, സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അതായത് ഒരു ഓർഡർ, ഒരു ചട്ടം. കൊണ്ടുവരാൻ. അതായത് ഭരിക്കാൻ വേണ്ടി തന്നെ, അതായത് ഇപ്പൊ രാജാവിന് ഭരിക്കാൻ വേണ്ടി തന്നെ കൊണ്ടുവന്ന സാധനം. ആൾക്കാരും അടങ്ങി ഒതുങ്ങി ഇത് ചെയ്യണമെന്ന്. അല്ലെങ്കിൽ എന്നാ ഞാൻ രാജാവാണെന്ന് പറഞ്ഞിരുന്ന നീ ഇപ്പൊ നിന്റെ ഇഷ്ടത്തിലുള്ള ഒരു ഇതുണ്ടാക്കിയിട്ട് രണ്ടുപേരെ കൊണ്ട് നിർത്തിയിട്ട് നീ മെയിൻ ആണ് അവന്മാരുടെ അടുത്ത് പറഞ്ഞാൽ അവന്മാര് കേൾക്കും, ബാക്കി ആരും കേൾക്കത്തില്ല. അപ്പൊ ബാക്കിയുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ അവരുടേതായിട്ടുള്ള രീതിയിലുള്ള കുറെ സാധനം കോമൺ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ച് നമ്മളെ ഹ്യൂമൻ റേസ് സർവൈവ് ചെയ്ത് തന്നെ റിലീജിയൻ കൊണ്ട് സത്യം പറഞ്ഞു. കാരണം ഒരു ഇമാജിൻഡ് ഓർഡർ അവിടെ ഉള്ള, ഇമാജിൻഡ് റിയാലിറ്റി, അതല്ല നമ്മളെ മനസ്സിലുണ്ടായ ഒരു സാധനം. അത് വെച്ച് അതായത് ഇപ്പം എന്നാ ഒരു നമുക്ക് പണ്ടത്തെ കാര്യം പറയണം, അറിയത്തേ ഇല്ല, യുദ്ധത്തിന് പോവാ ഒരേ ക്രിസ്ത്യൻസ് അല്ലെ ഹിന്ദുസാ, അപ്പം അവിടെ ഒരു കളക്റ്റീവ് ഒന്നും ഒരു പരിചയമില്ലാത്ത ആളും നമ്മുടെ കൂടെ നിൽക്കുക, മനസ്സിലായോ? പണ്ടത്തെ എന്ന് പറഞ്ഞാൽ അതുപോലത്തെ ഒരു കാര്യം അത്. നമുക്ക് അവർക്ക് നമ്മളൊരു കോമൺ ഇതിൽ വിശ്വസിക്കുന്നതുകൊണ്ട് ഒരു ഗ്രൂപ്പായിട്ട് കളക്റ്റീവ്, കാരണം ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഗ്രൂപ്പായിട്ട് നമുക്ക് ഈ സൊസൈറ്റി ഫംഗ്ഷൻ ചെയ്യാൻ പറ്റും. അപ്പം അതിന്റെ ഒരു സാധനമാണ് ഈ റിലീജിയൻ എന്ന് പറഞ്ഞ സാധനം. എല്ലാരും ഒരു സെറ്റ് ഓഫ് റൂൾസിൽ വിശ്വസിക്കുക. പണ്ട് ഈ റിലീജിയനും രാജാക്കന്മാരും ഒന്നുമില്ല, പണ്ട് മറ്റേ ബാർബേറിക് സീനായിരുന്നു. കണ്ടാത്തല്ല, അതെ, ചുമ്മാ നേരെ വന്ന് നമ്മളെ ഭാര്യനെ അടിച്ചുകൊണ്ട് പോയിട്ട് നീ ബെസ്റ്റ് ഒരു സാധനം നോക്കിയാൽ മതി. ഇപ്പൊ ഇത് മറ്റേ കൊരങ്ങനന്റെ ഇതല്ലേ നമ്മളുടെ ഇതെന്ന് പറയുന്നത്. കൊരങ്ങന്മാരെ എപ്പോഴും നോക്കിയാൽ മതി, അവന്മാർ എപ്പോഴും അടിയാ. അല്ല, കൊരങ്ങന്മാർക്കും ഈ സെയിം സീനുണ്ട്, പൊളിറ്റിക്സും ഇതൊക്കെ ഉണ്ട്. അവരെ എപ്പോഴും അടിയാ. നീ ശ്രദ്ധിച്ചാൽ മതി. നീ ഏതെങ്കിലും ഒരു മറ്റേ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴുള്ള ഇവന്മാര് പീസായിട്ടിരിക്കുന്നത് കൂട്ടം കൂടി കഴിഞ്ഞാൽ ആൽഫ മെയിൽസും തമ്മിൽ എന്ന് പറഞ്ഞാൽ ഈ ചിമ്പാൻസികളും മറ്റേ അവന്മാരും എങ്ങനെയാണെന്നൊരു നമ്മള് ചുമ്മാ പോയി അതിനെ തല്ലു പിടിക്കുമല്ല, മറ്റവനെ പോയി നമുക്ക് മറ്റവനെ സെറ്റ് ചെയ്യണം, പോയി കോalition ഉണ്ടാക്കി ഗ്രൂപ്പ് ഉണ്ടാക്കി യുദ്ധമാര് ചെയ്യുന്നത്. അല്ല ചുമ്മാ കണ്ണുമൂട്ടിയുള്ള അടിയല്ലേ അവന്മാര്. ബാക്കി ടീംസിനെ എന്ന് പറഞ്ഞാൽ ഒരു മെയിൻ കാണും, മറ്റവും പോയി ഗ്രൂപ്പ് പിടിക്കും, നമുക്ക് ഇവനെ ഇറക്കണം. അങ്ങനെ അവന്മാരെല്ലാം ചെയ്യാം. ചിമ്പാൻസികളുടെ വാർഫെയർ ഓർഗനൈസ്ഡ് വാർഫെയർ. അതെ, മറ്റേ പ്ലാനറ്റ് ഓഫ് എയ്പ്സിന്റെ അതൊക്കെ ഭയങ്കര ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അതിനെപ്പറ്റി. അവന്മാര് ഇതുപോലെ പോയി ഗ്രൂപ്പൊക്കെ ആയിട്ടാ പോയി അടിച്ചിടുന്നത് ഒരു ആൽഫാന്. നമ്മുടെ അത്രയും ബുദ്ധി അവന്മാർക്കും ഉണ്ട്. രൂപം മാത്രമേ ഉള്ളൂ വ്യത്യാസം. നമ്മളും കുറങ്ങാനല്ലേ. നമ്മുടെ ഒരു കോമൺ ആൻസിസ്റ്റർ നമുക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നു. നമ്മുടെ ഏറ്റവും ക്ലോസസ്റ്റ് റിലേറ്റീവ് ചിമ്പാൻസിയും ബോണോബോസ് എന്നും പറഞ്ഞ സ്പീഷീസ്. അതായത് ഏതോ ഒരു നമ്മുടെ ആൻസിസ്റ്ററിന് ഒരെണ്ണം ചിമ്പാൻസി, ഒരെണ്ണം മനുഷ്യന്റെ ഒരു ആൻസിസ്റ്റർ ഉണ്ടായത്. പിന്നെ അത് 2 സ്പീഷീസ് ആയിട്ട് പോവുകയായിരുന്നു. കളി നടന്നവിടെ എന്തോ സംതിങ് ഫിഷി അവിടെ നടന്നിട്ടുണ്ട്. അവിടെ എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ട്. രണ്ടാമത്തെ വ്യക്തി ആരാ നമുക്കറിയില്ല, അവള് കണ്ടുപിടിക്കും. അതാ സംഭവം. പണ്ടത്തെ ഞാൻ പറയട്ടെ, പണ്ട് ഈ ഇതൊന്നും ഇല്ലല്ലോ. നമ്മൾ കാട്ടുവാസി ആയിരുന്ന സമയത്ത് തന്നെ
വേറൊരുത്തരെ സത്യം പറഞ്ഞാൽ അങ്ങനെ വല്ല മതിയായിരുന്നു, പണിയൊന്നും എടുക്കാതെ. ഇല്ലില്ല. അത് പണിയല്ല, അതാണ് ഏറ്റവും പണി. സർവൈവൽ എന്ന് പറഞ്ഞ പണിയാണത്. ഞാൻ നല്ല രാവിലെ നീ രാവിലെ ഒരുത്തരെ കണ്ടുള്ളൂ, അവൻ നിന്നെ കൊല്ലാനാണ്. നീ ഒന്ന് ആലോചിച്ചോ, പോക്കറ്റിലേക്ക് എടുക്കാൻ വേണ്ടി അവന് വേണം. അവൻ നീ രാവിലെ എണ്ണീക്കുമ്പോളെ ഇന്ന് ഞാൻ എങ്ങനെ ചാവാതിരിക്കും അതാ ആലോചിക്കുന്നത്. ഇന്ന് ഒന്നെങ്കിൽ അസുഖം വരും, അല്ല വേറെ തല്ലിക്കൊല്ലും, അല്ല പട്ടിണിയാവും. രാവിലെ ഇറങ്ങണം, രാവിലെ ഇറങ്ങി മറ്റേ മീൻ പിടിക്കാൻ മറ്റേ ബെറീസ് തപ്പിയെടുക്കണം. പോകുന്ന വഴി വല്ല മറ്റേ പുലിയോ അതൊക്കെ കടിക്കാൻ വരും. എന്തോ വള്ളിയാണ്. നമ്മളിപ്പം മറ്റേ ഇരുന്ന് മുക്കുവൊന്നുമല്ല, നമ്മടെ നടന്നുവന്ന് കഴിയും മുക്കിക്കൊണ്ടാ പോകുന്നത്. ഇവിടെ തന്നെ ഇങ്ങനെ ഇരുന്ന കാരണം വിശന്ന് കഴിഞ്ഞാൽ നമ്മള് ഇപ്പം ഫ്രിഡ്ജിൽ പോയി നോക്കത്തില്ലേ, സെയിം സീൻ. നമ്മൾ എന്റെ തിന്നാനുള്ള വകുപ്പ് കണ്ടുപിടിക്കുന്നത് രാവിലെ ഉച്ചവരെ നടന്നതെല്ലാം കിട്ടും, അതാവസ്ഥ. പിന്നെ നമുക്ക് പൊസഷൻ ഒന്നുമില്ല, കാരണം ഇത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റത്തില്ല. അതിനകത്ത് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ അന്ന് സ്വന്തം കാര്യം നോക്കിയ ആൾക്കാരങ്ങ് പോവായിരുന്നു. ഇല്ല അതും എല്ലാം ഗ്രൂപ്പ്സ് ആളാ. നമ്മുടെ ഇപ്പൊ ഒരു പഴമുണ്ട്, ട്രൈബ് ഉണ്ടാക്കി പഴയ ഒരുത്തെ കണ്ടു, അവനിനി ഹണ്ടിങ്ങിന് പോകണ്ട, അവനൊന്നും ചെയ്യണ്ട, നമ്മളെ പഴം എടുത്താൽ മതി, നമ്മളെ തല്ലിക്കൊല്ലും. നീ ആറാ എല്ലാം ഇതുപോലെ തന്നെ ഗ്രൂപ്പായിട്ടാ ജീവിച്ചത്. കാരണം ഇപ്പൊ ഒരു വലിയൊരു മൃഗത്തിനെ പിടിക്കണമെങ്കിൽ ഒരാൾ പിടിച്ച് നടക്കത്തില്ല, അവിടുന്ന് ഇവിടുന്ന് കുന്തമായിട്ട് വന്ന ആൾക്കാർ വന്നാലല്ലേ അത് കിട്ടത്തുള്ളൂ. അങ്ങനത്തെ ഒരു കോപ്പറേഷൻ വഴിയാണ് നമ്മുടെ സൊസൈറ്റി ഉണ്ട്. തീ കണ്ടുപിടിച്ചത് ആദ്യത്തെ തീ കണ്ടു, ഇവൻ ഉണ്ടാക്കി തീ, മറ്റേ കല്ലെന്ന് പറഞ്ഞ തീ വന്നു മുമ്പടാ സ്പ്രെഡ് ആയി. ചിലപ്പോ ഇത് മിന്നലടിച്ചായിരിക്കും ആദ്യത്തെ തീ മിന്നലടിച്ചിട്ടായിരിക്കും, പക്ഷെ സ്പ്രെഡ് ഓൺ ആയത്, അല്ലാതെ ആൾക്കാരെ ക്രിയേറ്റ് ചെയ്തു. അതെ, അതാ ഒരുത്തിന് ഇരുന്ന് കുത്തി ഇരുന്ന് ചെയ്യുക, കല്ലിട്ട് ഒരയ്ക്കുക. രാത്രിയാകുമ്പോ എല്ലാം കുഴിക്കാത്തതെല്ലാം പോയി ഒളിച്ചിരിക്കും, വേറെ വഴിയില്ല. അതുകൊണ്ട് ഗുഹയ്ക്കകത്ത് ആൾക്കാർ കയറിയിരിക്കും, രാവിലെ ആകുമ്പോ ഇറങ്ങി വരും. കത്തിക്ക് ഓരോ മിനിറ്റും ഇപ്പച്ചാവ്. ഡൈനസോറൊക്കെ ശരിക്കും സീനല്ലേ, ഡൈനസോറൊക്കെ ഉണ്ടായിരുന്നു, ഇതൊക്കെ എങ്ങനെ എക്സ്റ്റെൻഡ് ആയി? അത് എക്സ്റ്റെൻഡ് ആയി പോയത് എങ്ങനെയാണ്? അത് ക്ലൈമറ്റ് മറ്റേ ആസ്ട്രോയിഡ് അടിച്ച് മറ്റേ പണ്ട് നമ്മുടെ ഇത് എന്ന് പറയുന്ന എല്ലാം കൂടെ ഒരുമിച്ചായിരുന്നല്ലോ. പിന്നെ മറ്റേ പ്ലാറ്റോണിക് ഷിഫ്റ്റ് ഉണ്ടാകുന്ന സമയത്താണ് ഇത് സെപ്പറേറ്റ് ആയത്. 7 കോണ്ടിനെന്റ്, രണ്ട് കോണ്ടിനെന്റേ ഉള്ളായിരുന്നു പണ്ട്. ആ കോണ്ടിനെന്റിലാണ് നീ പറയുന്ന ഡൈനോസറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെന്നാ പറയപ്പെടുന്നത്. അതിന്റെ പേരെനിക്കറിയായിരുന്നു, മറന്നത്. അത് പ്ലേറ്റോണിക് ഷിഫ്റ്റ് അങ്ങനെ എന്തോ പറഞ്ഞോ. എടാ നീ ഇത്ര നോക്കിയത് മനുഷ്യൻ വന്നോണ്ടായി വലിയ മൃഗങ്ങളെല്ലാം ചത്ത്. അതായത് ഇപ്പോഴത്തെ മൃഗങ്ങളുടെ സൈസ് കുറഞ്ഞുകൊണ്ടിരിക്കുക. പണ്ടത്തെ മൃഗങ്ങളെ വെച്ച് നോക്കുകയാണ് സൈസ് ഭയങ്കര കൂടുതലാണ്. നീ ഏറ്റവും എക്സാമ്പിൾ അല്ല, ഓസ്ട്രേലിയ എന്ന് പറഞ്ഞ സ്ഥലം, അതൊരു ഐലൻഡ്. അവിടെ ആൾക്കാർക്ക് വരാൻ പാടായിരുന്നു. അവിടെ നിന്ന് ഇപ്പോഴും നോക്കിയാലും മറ്റേ വലിയ സൈസുള്ള ജീവികളുണ്ട് കമ്പാരിറ്റീവ്ലി ബാക്കി സ്ഥലങ്ങൾ. വലിയ സ്പൈഡേഴ്സും വലിയ എല്ലാ സാധനങ്ങളും അവിടുത്തെ ഭീകരമായിട്ടുള്ളതാണ്. കാരണം അവിടെ മനുഷ്യവാസം കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു. മനുഷ്യന്മാര് വന്നപ്പോഴാണ് ഈ വലിയ സാധനങ്ങൾ ചാവാൻ തുടങ്ങി. കാരണം ഹണ്ടിങ് മാത്രമല്ല, ഹണ്ടിങ് ഉണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ഹണ്ടിങ് ഈ സാധനം ഈ വലിയ ആനിമൽസിനെ ശ്രദ്ധിച്ചാൽ മതി, ഈ കുഞ്ഞുങ്ങളുണ്ടായി വരാൻ കുറെ സമയം എടുക്കും. അപ്പൊ മനുഷ്യനാണ് 1 വർഷം എടുക്കും ഒരു കൊച്ചുണ്ടായി. മറ്റേ പട്ടി പൂച്ചയ്ക്കാണ് പെട്ടെന്ന് ഇതെല്ലാം ഉണ്ടാവത്തില്ലേ ഇത്ര മാസം കൊണ്ടൊക്കെ. അപ്പം കൊല്ലുന്ന റേറ്റ് കൂടി ഉണ്ടാവുന്നില്ല, അതൊന്ന്. പിന്നെ ഇതിന് കഴിക്കാനുള്ള ഇത് ക്ലൈമറ്റ് ചേഞ്ച് ചെയ്ത് പിന്നെ അങ്ങനെ കുറെ റീസൺസ് ഉണ്ട്. സൈക്കിൾ ബ്രേക്ക് ആവും അവിടെ. ഒരു ബയോളജിക്കൽ സൈക്കിൾ അല്ല ഞാൻ പറയുന്നത്, ഫുഡിന്റെ സൈക്കിളാണ്. ഒരു മറ്റേ സിംഹം ഇതിനെ കഴിക്കും, പ്രേയുടെ സൈക്കിളോ, പാമ്പ് വേണേ അതിൽ ചെറിയ സാധനം, അതിനൊരു പേര് പറയുമായിരുന്നു, ഫുഡ് ചെയിൻ. അപ്പൊ ഓരോ ആനിമൽ അതിന്റെ ഫുഡ് ചെയിൻ ഉണ്ട്. നമ്മള് ഹ്യൂമൻസ് ആ ഫുഡ് ട്രയാങ്കിളും ഉണ്ട്. നമ്മള് ബേസിക്കലി എല്ലാത്തിനും തിന്നും, വേണ്ട എല്ലാത്തിനും തിന്നാം, നമ്മൾ തിന്നും. ഗതികേട് കൊണ്ടല്ല, അഹങ്കാരം കൊണ്ടോ എല്ലാത്തിനും തിന്നുന്നത്. നമ്മളാണ് ആ ഫുഡ് ചെയിൻ ബ്രേക്ക് ആക്കുന്നത് ബേസിക്കലി. നമ്മള് അതെ ഏറ്റവും താഴെ കിടന്ന ആളാ. അതെ, ഇപ്പൊ നമ്മളാണ് ഏറ്റവും മേളില്. നമുക്ക് ബുദ്ധി ഉള്ളതുകൊണ്ടാണോ, ബുദ്ധി എന്നാണോ, ബുദ്ധി നമ്മളെ തോക്കും ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയോണ്ടല്ലേ ടൂൾസ്. നമ്മള് ടൂൾസ് ഉപയോഗിക്കുന്ന വേറെ ആൾക്കാർ ബുദ്ധി അതെ. നമ്മളെ ഹോമോ സേപ്പിയൻ, ഓരോ ടൈപ്പ് മനുഷ്യരുണ്ട്. നിയാൻഡർതാൽസ്, ഹോമോ സേപ്പിയൻ, ഹോമോ എറക്ടസ്. സേപ്പിയൻ എന്ന് പറഞ്ഞാൽ വൈസ്, ഹോമോ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഗ്രീക്ക് വേർഡ്, ബുദ്ധിയുള്ള മനുഷ്യൻ, അതാണ് ഹോമോ സേപ്പിയൻ. അതായത് മനുഷ്യന് തന്നെ ഓരോ ഇതുപോലെ ഇപ്പം ഓരോ ടൈപ്പ് പട്ടിയില്ല, അതുപോലെ ഓരോ ടൈപ്പ് മനുഷ്യനുണ്ടായിരുന്നു. ഇവന്മാരെല്ലാം ചത്തു തുടങ്ങി. 2 തിയറി ഉണ്ട്. ഒരെണ്ണം ഞാൻ ഫസ്റ്റ് വീഡിയോ പറഞ്ഞിട്ട് എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഒരെണ്ണം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ ബ്രീഡ് ചെയ്ത് ഇപ്പോഴത്തെ മനുഷ്യന്മാര്. രണ്ടാമത്തെ തിയറി എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള മനുഷ്യന്മാരെല്ലാം ചത്തു ഒന്നും, നമ്മളാണ് സർവൈവ് ചെയ്തത്. ആദ്യത്തെ കളി കണ്ട സമയത്ത് ഒരു കളി വേണ്ട, ചിന്തിക്കണ്ട. അവരത് കണ്ടുപിടിക്കുന്നു, അങ്ങനെ ഐറ്റം ഉണ്ട്. എടാ അതിപ്പോ വേറെ ഒന്നുമില്ല. നിന്നെ ആരെങ്കിലും പഠിപ്പിച്ചായിരുന്നു?
ഇല്ല അത് തന്നെ പഠിച്ചാല് അതുപോലെ ഞാൻ അവിടെയും പട്ടി കാണാതെ നീ പഠിച്ചാലോ. ഞാൻ അവിടെയും പട്ടികളും ഇപ്പൊ പണ്ട് ഇതൊന്നും ഇല്ലാത്ത ആൾക്കാർ എങ്ങനെയാ പഠിച്ചത്? കലാം പട്ടി പൂച്ചകളൊക്കെ ആ അവർക്ക് പിന്നെ അവര് കണ്ട് ഇങ്ങനെ ഉണ്ടോ പാടാ ഇടുന്നു. എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് വയ്യ, എനിക്ക് വയ്യ മ്യൂട്ട് ചെയ്യാൻ. അതൊക്കെ തന്നെ നമ്മുടെ ഇതിനകത്തുള്ള ബയോളജിക്കൽ പ്രോസസ്. ഇതൊക്കെ ഒരു മേക്ക് ബിലീഫ് അല്ലേ? അതെ.